കാരണം വീടിനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ വന്ന് കയറി ഒന്നും ഒരു സാധനം എടുക്കാൻ പറ്റില്ല. ഇത് ചുറ്റുപാവും അതിലൊക്കെ കെട്ടി ഇൻ്റർലൊക്കെ ചെയ്തിട്ട് വീടായിരുന്നു. അതുകൊണ്ട് ഞാൻ താമസിക്കുകയാണെങ്കിലും ഞങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള സാധനമൊക്കെ ഇനി വാങ്ങി ഉണ്ടാക്കിയിട്ട് വേണം. ഇങ്ങനെ ഉണ്ടാവും ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷയില്ല. കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ട അഷ്റഫ് കെയാണ് നമ്മോടൊപ്പം ചേരുന്നത്. അന്ന് ഈ വീട്ടിലുണ്ടായിരുന്നത് ഇദ്ദേഹത്തിൻ്റെ മരുമകനും അതുപോലെ കുട്ടികൾ മാത്രമായിരുന്നു. അദ്ദേഹം ഉംറ തീർത്ഥാടനത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഷ്റഫിൻ്റെ ഭാര്യയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. അഷ്റഫ് അപ്പോൾ വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യുന്നൊരു പ്രതീക്ഷയിലായിട്ടുള്ളത്? മന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്ത് വേണ്ടി ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം ഞങ്ങൾ നാളെ മുതൽ വാടക വിട്ട് താമസിക്കാൻ വേണ്ടി ഇന്നലെ രാത്രി എത്തി ഞങ്ങൾ. ഈ കള്ളാടി ഈ തുരങ്കപാതയുടെ പണി നടക്കുന്ന സമയത്ത് തന്നെ ഇതിനുള്ള ഒരു ആശങ്ക എന്തെങ്കിലും ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഇവിടെ മണ്ണ് കൂട്ടിയിടുമ്പോൾ ഞങ്ങളെല്ലാം അന്ന് ആശങ്ക ഉണ്ടായിരുന്നു. വേനൽക്കാലം മൊത്തം പൊടിയായിരിക്കും, മഴക്കാലത്ത് കഴിഞ്ഞാൽ ഈ വെള്ളമൊക്കെ മലിനായിരുന്നു, കറങ്ങി പോയിരുന്നതുകൊണ്ട്. പക്ഷെ ഇങ്ങനെ ഉണ്ടാവും ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷയില്ല. ഇല്ല, പരാതിൻ്റെ മെമ്പർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളെല്ലാവരും പിന്നെ പറഞ്ഞിട്ടുണ്ട്. കളക്ടർ മീറ്റിംഗൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞ്. പക്ഷെ ഇങ്ങനെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. വാടക വീട് സെറ്റായതോ? സാർ മേപ്പാടി ഒന്ന് കണ്ടുവച്ചിട്ടുണ്ട്. നാളെ മുതൽ അങ്ങോട്ട് വാടകയ്ക്കും താമസിക്കുകയാണ്. സർക്കാർ തന്നെ അതിൻ്റെ വാടക കൊടുക്കുന്നവർ തന്നെയാണ്. പിന്നെ വീട് പിന്നെ നഷ്ടപരിഹാരം നമ്മൾ മന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്താ വേണ്ട ചെയ്യാൻ. പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, മന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്ത് വേണം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം വീടിനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ വന്ന് കയറി ഒന്നും ഒരു സാധനം എടുക്കാൻ പറ്റില്ല. ഇത് ചുറ്റുപാവും അതിലൊക്കെ കെട്ടി ഇൻ്റർലൊക്കെ ചെയ്തിട്ട് വീടായിരുന്നു. അതുകൊണ്ട് ഞാൻ താമസിക്കുകയാണെങ്കിലും ഞങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള സാധനമൊക്കെ ഇനി വാങ്ങി ഉണ്ടാക്കിയിട്ട് വേണം. കിടക്കണ ബെഡ് എന്താണെങ്കിലും ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം വേണമല്ലോ. വീട് ഇപ്പോൾ വാടകയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞ്. നിങ്ങൾ ഈ ഉംറേൻ്റെ സമയത്താണ് ഈ സംഭവം അറിഞ്ഞത്? ഉംറ സമയത്ത് അറിഞ്ഞത്. ഞങ്ങൾ 6-ാം തീയതി ഇവിടെ നിന്ന് പോകുന്നത്. 7-ാം തീയതി ഉച്ചയ്ക്ക് ഞാൻ ഇവരെ അറിയുന്നത്. പക്ഷെ എൻ്റെ മോനും മരുവനും ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ അവർ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. എന്തോ അള്ളാൻ്റെ കുതിരത്തോണ്ട് രക്ഷപ്പെട്ടവർ അല്ലേ. അവരൊക്കെ ഇന്ന് അത് വലിയ അനുഗ്രഹം അള്ളാൻ്റെ ഉണ്ട്. ഇപ്പം എങ്ങനെയാണ് വാടക വീട്ടിൽ അത് വേറെ സ്ഥലം മാറി പോകാനുള്ള എന്തെങ്കിലും? ഇനി ഇവിടെ നിന്ന് താമസിക്കുന്നില്ല. ഇനി വീട് വെച്ചാൽ ഇവിടെ നിന്ന് ഒഴിവാക്കി പോകുന്നതിന് തന്നെ എവിടെയെങ്കിലും വീട് സ്ഥലം വാങ്ങിച്ചിട്ട് വീട് വെക്കാന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ മേഖലയിൽ തന്നെയാണോ അതോ പുറത്തേക്ക് പോകാൻ? മേപ്പാടി വിട്ട് കൽപ്പറ്റ ഭാഗത്തേക്ക് കൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങോട്ട് ഇനി ഇല്ല 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 ഇനി ഇല്ല ഇല്ല ഇനിയൊരു പരീക്ഷണത്തിന് അതൊന്നുമില്ല. അതുതന്നെയാണ് അവർ പറയുന്നത്. ഈ ചുരൽമല ഭാഗം മേഖല വിട്ട് അവർ മറ്റൊരു സ്ഥലത്തേക്ക് കൽപ്പറ്റ ഭാഗത്തേക്ക് പോവുകയാണെന്നാണ്. സർക്കാരിൻ്റെ സഹായം അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ഫൈസൽ മീഡിയ 1 വയനാട്.